1987 ഞാൻ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് കോഴിക്കോട് ഞാൻ എത്തിയപ്പോൾ എന്നും രാവിലെ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ 8 മണിയാകുമ്പോൾ മാമു എന്ന ഒരു സുഹൃത്ത് അവിടെ എത്തും. ശ്രീനിവാസൻ്റെ സുഹൃത്തായിരുന്നു അത്. ശ്രീനിവാസനാണ് മാമുനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ലൊക്കേഷൻ കാണാൻ പോവുക. കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം എന്നെ കൊണ്ട് ലൊക്കേഷനുകൾ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫറൂഖ് എന്നൊരു സ്ഥലത്ത് നമ്മൾ ലൊക്കേഷൻ തീരുമാനിച്ചു. ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ് അതിൻ്റെ നിർമ്മാതാവായ ശ്രീ എം മണി എന്നെ വിളിച്ചിട്ട് നമ്മുടെ സിനിമയിൽ കുതിരവട്ടം പപ്പു വേണ്ട എന്നുള്ളൊരു തീരുമാനം അറിയിക്കുന്നത്. ഞാൻ ശ്രീനിയുടെ അടുത്ത് ചെന്നു. ശ്രീനി എന്താണ് ചെയ്യേണ്ടത്? നാളെ രാവിലെ ഷൂട്ട് ചെയ്യണം, പപ്പോട്ടിനെ വേണ്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശ്രീനി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ മാമുവിനെ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് മാമു? നമുക്ക് ലൊക്കേഷൻ കാണിക്കാനും വരുന്നത് മാമുവാണോ എന്ന് ചോദിച്ചു. ശ്രീനി പറഞ്ഞു, അതെ. ഞാൻ ഇത്രയും വലിയൊരു റോൾ അങ്ങനെ ഒരാളെ എങ്ങനെ ഏൽപ്പിക്കുന്നത്? അപ്പോൾ ശ്രീനി പറഞ്ഞു, അയാൾ കോഴിക്കോട് നാടകത്തിൻ്റെ വലിയ നാടകം അരങ്ങിലെ വലിയ നടനാണ്. KT-യുടെ കൂടെയൊക്കെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് അറിയപ്പെടുന്ന നാടക നടനാണ് മാമു. അപ്പോൾ ശ്രീനി തന്ന ആ ധൈര്യത്തിലാണ് ഞാൻ പാതി മനസ്സോടെ കോസ്റ്റ്യൂമറെ വിളിച്ചു, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സെ വിളിച്ചു. പപ്പുവേട്ടന് തയ്ച്ചു വെച്ചിരിക്കുന്ന കോസ്റ്റ്യൂമെല്ലാം ഈ മാമുവിൻ്റെ അളവിലേക്ക് മാറ്റി തയ്പ്പിച്ച് നാളെ രാവിലെ അയാളെ ഷൂട്ടിങ്ങിന് എത്തിക്കണമെന്ന് പറയുന്നു. ഞാൻ രാവിലെ ഷൂട്ടിങ്ങിനായിട്ട് എത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ സെറ്റൊക്കെ പൂർത്തീകരിച്ച് അവിടെയാണ് ആദ്യത്തെ ദിവസം ഷൂട്ടിങ്. ഞാനവിടെ ചെല്ലുമ്പോൾ ഈ അറബി മുൻഷിയുടെ വേഷത്തിൽ തലക്കെട്ടൊക്കെ ആയിട്ട് ഇയാൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് അറബി മുൻഷി. കാരണം അയാളുടെ കാഴ്ചയിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഇതിനപ്പുറം മറ്റൊരാളെ എനിക്ക് കാസ്റ്റ് ചെയ്യാനില്ല എന്ന് തോന്നുന്ന ഒരു രീതിയിൽ വളരെ അദ്ദേഹത്തിൻ്റെ ആകാരവും രൂപവും വേഷവും എല്ലാം കൃത്യമായിട്ട് ചേർന്നൊരു അറബി മുൻഷിയായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണെങ്കിൽ മോഹൻലാലിൻ്റെയും ജഗദീഷ് ശ്രീകുമാറിൻ്റെയും നെടുമുടി വേണുവിൻ്റെയും സുകുമാരി ചേച്ചിയുടെയൊക്കെ ഒപ്പം കോമ്പിനേഷൻ സീനാണ് ആദ്യത്തത്. അദ്ദേഹം ഇതിൻ്റെ ഒരു ഭയപ്പാടുമില്ലാതെ വളരെ അനായാസമായിട്ട് അഭിനയിക്കുകയും ഡയലോഗുകൾ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തീർച്ചയായിട്ടും ഒരു മലയാളം കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാൾ, പ്രത്യേകിച്ചും കോമഡി ചെയ്യുന്നതിൽ ഇത്രയും അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഭാഷയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നടനാണ് മാമുക്കോയ. ഓർമ്മയിലെന്നും